ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും റിജീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ദാണ്ടേ നമ്മൾ അമ്മയുടെ ഒരു അടിപൊളി കൃഷിയാണ് എടുക്കുന്നത് കേട്ടോ. ചേമ്പിൻ്റെ കൃഷിയാണേ. അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുന്നത് നമുക്ക് നോക്കാമേ. അപ്പോൾ ദാണ്ടേ നമ്മൾ ചീമച്ചേമ്പാണ് എടുക്കുന്നത് കേട്ടോ. ഇത് ഇലയൊക്കെ വാടി പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വിളവായിട്ടുണ്ട്. ആദ്യം നമ്മളിങ്ങനെ പിഴുതെടുക്കുകയാണ്. ഇതിൻ്റെ വിത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ചേമ്പയിലധികം വിത്ത് വരില്ല കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ ഒടിഞ്ഞു പോവും. എന്നിട്ട് നമ്മൾ ഇതുപോലെ എടുക്കത്തേ ഉള്ളൂ. അത് പക്ഷേ ഈ കുഴിയുടെ അകത്തേക്ക് പോകത്തില്ല. എന്ന് വെച്ചാൽ താഴോട്ട് വിത്തുകൾ പോകത്തില്ല. എല്ലാം ഇതുപോലെ സൈഡിലൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നീളൻ വിത്തുകളായിരിക്കും കിട്ടുന്നത്. ഇതിൻ്റെ പേര് ചീമച്ചേമ്പെന്നാണ് കേട്ടോ. ഇത് നമ്മൾ പുഴുങ്ങാനൊക്കെ ഉപയോഗിക്കും. ഇത് പുഴുങ്ങിയിട്ട് കാന്താരി ചമ്മന്തി കൂട്ടി കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ. പിന്നെ കറി വയ്ക്കാനെടുക്കും, പിന്നെ അവിയലിനകത്ത് ഇടാനൊക്കെ എടുക്കും. ഇവിടെ പിന്നെ ഇഷ്ടംപോലെ പന്നിശല്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വിളഞ്ഞപ്പോൾ അമ്മ പിന്നെ പെട്ടെന്നങ്ങ് എടുത്തതാണ്. ഇത് നിർത്തിയിരുന്നെങ്കിലും പന്നി വന്ന് കൊണ്ടുപോയാൽ അറിയത്തില്ല. പിന്നെ ഇതിൻ്റെ ഒന്നും കാണത്തില്ല, ഇലകൾ മാത്രമേ അവിടെ കാണത്തുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത ഒരു മൂടും കൂടി നമുക്ക് എടുത്ത് നോക്കാമേ. അപ്പോൾ ഇതുപോലെ അമ്മ ഒന്ന് കിളച്ച് നോക്കുകയാണ്. അടിയിലോട്ട് വിത്തുകൾ പോകത്തില്ല. ചീമച്ചേമ്പിൻ്റെ വിത്തെല്ലാം ഇങ്ങനെ സൈഡിൽ ഈ 4 സൈഡും ചുറ്റുഭാഗത്ത് ഇങ്ങനെ സൈഡിലോട്ടാണ് ഇതിൻ്റെ വിത്തുകൾ പൊട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് എടുക്കാൻ പരുവാണെന്ന് അറിയുന്നത് ഇതിൻ്റെ ഇലയൊക്കെ പഴുത്തു തുടങ്ങുവേ, കരിഞ്ഞു തുടങ്ങും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ചേമ്പ് വിളഞ്ഞു, ഇനി നമുക്ക് എടുക്കാമെന്ന് കേട്ടോ. അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ പോയി കേട്ടോ. വീട്ടിൽ പോയപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ചേമ്പുകൾ കിളയ്ക്കാമെന്ന് വിചാരിച്ചു. ചേമ്പിൻ്റെ തടയിലധികം വിത്തുകൾ വരത്തില്ല. സൈഡിലോട്ടാണ് വിത്തുകളെല്ലാം പൊട്ടിപ്പോകുന്നത്. മണ്ണൊക്കെ അങ്ങ് ഉണങ്ങിക്കിടക്കുക. ഉണക്ക് തുടങ്ങുന്നതിൻ്റെ ഒരു ഇതുണ്ട്. ഇടയ്ക്കിടയ്ക്കല്ലേ മഴ പെയ്യുന്നുള്ളൂ. അപ്പോൾ നല്ല ഉണങ്ങിക്കിടക്കുകയാണ് മണ്ണ്. അപ്പോൾ ഇതുപോലെ നീളൻ ടൈപ്പ് വിത്താണ് ഇത്. പക്ഷേ അവിയലിനകത്തൊക്കെ ഇടാൻ നല്ല ടേസ്റ്റ്. അവിയലിനകത്തൊക്കെ ഇട്ടിട്ട് നമ്മൾ അവിയൽ വെച്ചാൽ നല്ല രുചിയാണ്. പിന്നെ ഈ ചേമ്പിൻ്റെ ഇലയുടെ ഇങ്ങനെ കിളുന്ന് വരുന്ന ഇലയുണ്ടല്ലോ, അതെടുത്ത് നമ്മൾ തോരൻ വയ്ക്കും കേട്ടോ. അത് തോരന് നല്ലതാണ്, നല്ല രുചിയാണ് തോരൻ വയ്ക്കുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇടാം കേട്ടോ. അപ്പോൾ ഇതാണ്ട് ചേമ്പ് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതിനൊക്കെ ഇട്ട് കൊടുക്കുന്ന വളമെന്ന് പറഞ്ഞാൽ അമ്മ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും, ആട്ടുംപുഴുക്കപ്പൊടി ഇട്ട് കൊടുക്കും. ഇതൊക്കെ തന്നെ ഇട്ട് കൊടുത്ത് കിളച്ചടിപ്പിച്ചിട്ടാണ് കേട്ടോ നിറയെ വിത്തുകളോടെ നമുക്ക് കിട്ടുന്നത്. അല്ലാതുള്ള വളങ്ങളൊന്നും ഇതിൻ്റെ ചുവട്ടിൽ ചേർക്കാറില്ല. നമ്മളൊക്കെ വളരെ നിസ്സാരം പോലെ കാണുന്ന ചേമ്പിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നെറ്റിലൊക്കെ കയറി ചേമ്പിൻ്റെ ഗുണങ്ങളൊക്കെ നോക്കിയാൽ മതി. ഒരുപാട് ഗുണങ്ങളുള്ളതെന്നാണ് ചേമ്പ്. നമ്മളൊക്കെ ഭക്ഷണത്തിൽ കഴിക്കുന്നത് ഉൾപ്പെടുത്തുന്ന ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയുടെ ഈ കൊച്ചു കൃഷിയിൽ നിന്ന് ഇത്രയും ചേമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയുടെ ഈ കൃഷി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്